ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സാംസങ് S23 സീരീസുകൾക്കും അതുപോലെ തന്നെ Z സീരീസ് സീരിയലുകൾക്കും നമ്മുടെ One UI 7 ബീറ്റ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ One UI 7 ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റ പ്രോഗ്രാമിൻ്റെ അപ്ഡേറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ One UI 7 ലേറ്റസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്കിത് എൻറോൾ ചെയ്ത് വെക്കാം. എന്നാലും നിങ്ങൾക്ക് ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബീറ്റ പ്രോഗ്രാമിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി എൻറോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷേ ചിലപ്പോഴാണ് ഇത് ബീറ്റ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ബീറ്റയിൽ വരുമ്പോൾ നമുക്ക് കുറേ ബഗ്ഗുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിന് ആക്ച്വലി സാംസങ് മെമ്പർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സാംസങ് മെമ്പർ എന്ന് പറഞ്ഞൊരു ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ ബാനർ വന്നിട്ടുണ്ടായിരിക്കും. അതെവിടെ സാംസങ് മെമ്പർ അത് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് സാംസങ് മെമ്പർ എന്ന് പറഞ്ഞ ആപ്പ്. ഈ ആപ്പ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി സാംസങ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നോർമലി ഓട്ടോ ലോഗിൻ ആവേണ്ടതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നോർമലി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെൽ ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഒരു നോട്ടിഫൈ ഓപ്ഷൻ കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. കണ്ടു രജിസ്ട്രേഷൻ ഫോർ ഞാൻ ഓൾറെഡി ചെയ്തു, അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ആവാണ്ട് കിടക്കുന്നത്. രജിസ്ട്രേഷൻ ഫോർ One UI ബീറ്റ പ്രോഗ്രാം ഫോർ S23, S23 പ്ലസ്, S23 അൾട്ര. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ന്യൂ ഇത് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഓപ്ഷൻ വരും എൻറോൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് എൻറോൾ ആയിക്കോളും. അത്രേ ഉള്ള സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ. അതായത് എക്സ്പീരിയൻസ് ന്യൂ ഗാലക്സി UI ആൻഡ് ആൻഡ്രോയിഡ് 15 OS for S23 സീരീസ്. പിന്നെ എന്താ പറയുക, ഇത് ഈ 3 ഡിവൈസ് അൺലോക്ക്ഡ് വെർഷനിൽ മാത്രമല്ല കേട്ടോ. അതുപോലെ തന്നെ വി റെക്കമെൻഡ് ദാറ്റ് യു ബാക്കപ്പ് യുവർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ടു കീപ് ഇറ്റ് സേഫ് ഫ്രം മെനി അൺഎക്സ്പെക്റ്റഡ് ദാറ്റ് മേ ഒക്കർ വൈൽ യൂസിങ് ബീറ്റ സോഫ്റ്റ്വെയർ. കണ്ടുപോകുക അപ്ഡേറ്റ് ഒരു സ്റ്റേബിൾ വെർഷൻ അല്ല, അതുകൊണ്ടാണ് അവർ മുന്നറിയിപ്പ് പറയുന്നത്. പ്ലീസ് അപ്ഡേറ്റ് യുവർ ആപ്പ് ബൈ ഗാലക്സി ആപ്സ് ഫ്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഉണ്ടോ നിങ്ങളുടെ ആപ്പ് ബൈ ഗാലക്സി ആപ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. One UI ബീറ്റ പ്രോഗ്രാമിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കട്ടോ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, ഞാൻ ചിലപ്പോഴാണ് ചെയ്യുള്ളൂ, പറയാൻ പറ്റില്ല, ചിലപ്പോഴാണ് ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് One UI 7 ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. എത്ര കാലമായിട്ട് അതിൻ്റെ സ്റ്റേബിൾ വെർഷൻ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ 50-50 ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ എൻറോൾ ചെയ്ത് വെക്കുക. അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും എൻറോൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.